ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ എനിക്ക് ഇത്തിരി പാടാണ്. കാരണം ഈ ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും എൻ്റെ മെമ്മറിക്കകത്ത് പഴയ ട്രോമകൾ കയറി വന്നാൽ ഞാൻ ബാക്ക് ടു എൻ്റെ വേഴ്സ്റ്റ് ഫേസ് ആസ് എ ഹ്യൂമൻ ബീങ്, എൻ്റെ ലൈഫിലെ ഏറ്റവും വേഴ്സ്റ്റ് ഫേസിലേക്ക് ഞാൻ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇപ്പോൾ എൻ്റെ അകത്ത് തന്നെ ഉള്ള ഇപ്പോഴും എന്നിൽ തന്നെ ഒരു ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ ഓൺ ആൻഡ് ഓഫ് ആവുക എന്നുള്ള പ്രക്രിയ മാത്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട രോഗാവസ്ഥ ഉണ്ട്. അത് ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഈ ഒരു ടോപ്പിക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ. ഹോപ്പ്ഫുള്ളി അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. 2K കിഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ബിഹേവിയറിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ലഹരി ഉപയോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ വയലൻറ്റ് മെൻറ്റാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ പുതിയ തലമുറയിൽ ഭയങ്കരമായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല, അൺഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക, അൺഹെൽത്തി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവയർനെസ് കൊടുത്തേ പറ്റൂ. ഞാൻ സർവൈവ് ചെയ്ത് വന്ന ഒരാളാണ് ലൈഫിലൊരു ഫേസിൽ നിന്ന്. സോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാൻ പറ്റും. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആവട്ടെ. ഇന്നലെ കണ്ടൊരു ന്യൂസാണ്. അശാസ്ത്രീയ ഡയറ്റിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നം. കണ്ണൂരിൽ ചികിത്സയിലിരിക്കെ വിദ്യാർത്ഥിനി മരിച്ചു. ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ന്യൂസ് പുറത്തു വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഫിറ്റ്നസ് സംബന്ധമായ ഉപദേശങ്ങൾ കൊടുക്കുന്നതിൻ്റെ കുഴപ്പമാണ്. എന്താണ് കലോറി, എത്രയാണ് ഒരു ദിവസം ചിലവാക്കേണ്ട കലോറി എന്നൊന്നും അറിയാതെ എപ്പോഴും തേനും ചെറുനാരങ്ങയും കൊണ്ട് ഫാറ്റ് കട്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരാണ് ഈ മരണത്തിന് ഉത്തരവാദികൾ. ഇതൊരു വാട്സാപ്പ് ഫോർവേഡാണ്. കൂടാതെ ന്യൂട്രീഷൻ്റെ ബാലപാഠങ്ങൾ പോലും നമ്മളുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളിൽ എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിച്ചാൽ ഭാവിയിൽ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേറെ ആരുടെയും സഹായവും വേണ്ടി വരില്ല. അത് ക്ലിയറാണ്. കാരണം നമ്മൾ സ്കൂളിലോ എവിടെയും നമുക്ക് പറഞ്ഞു തരുന്നത്, നമുക്ക് ആകെ പറഞ്ഞു തരുന്നത് ബേസിക്കലി ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ നമുക്ക് ഒഴിവാക്കാം. ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. വേറെ അതിലും കൂടുതലൊന്നും പറഞ്ഞു തരുന്നില്ല. ഈ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ അങ്ങനെ എൻ്റെ ചുറ്റുപാടും നോക്കുമ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഇടപഴകുന്ന എല്ലാവർക്കും വന്നൊരു മേജർ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എല്ലാവരും ജിമ്മിൽ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി. നല്ല ഭക്ഷണം ഇൻ ദ സെൻസ് എന്താ പറയുക, പൊട്ട ഫുഡ്സ് ഉണ്ട് കുറേ. നമ്മൾ ലൈഫിൽ കുറച്ച് മാറ്റി വെക്കേണ്ട ഫുഡ്സ്, അതൊക്കെ അവോയ്ഡ് ചെയ്ത് മാക്സിമം കിട്ടാവുന്ന അത്ര നല്ല രീതിയിൽ ജീവിതം ഹെൽത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നല്ല കാര്യം. ഇതെന്താ പറയുക, ഇതിനൊരു ലൈനുണ്ട്. ഭയങ്കര ഓവറായിട്ട് നമ്മളെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഓവർ ഡൂയിങ് ആയിപ്പോൾ ഒട്ടും ഒന്നും മൈൻഡ് ചെയ്യാതെ എൻ്റെ ദേഹം എന്തോ ആയിക്കോട്ടെ, ഞാൻ ജീവിച്ചെന്താണെങ്കിലും ഒരു ദിവസം മരിക്കാനുള്ളതാണ്, ഞാൻ എങ്ങനെ വേണേൽ ജീവിച്ച് മരിച്ചോളും എന്നുള്ള മൈൻഡ് സെറ്റും പൊട്ടയാണ്. ഏജിനനുസരിച്ച് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഇത് പ്രോപ്പർ വേ. അതിന് നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. നമ്മൾ ടിക്ക് ചെയ്ത് പോകേണ്ട ഒരുപാട് കോളങ്ങളുണ്ട്. അത് നമ്മളെ ഏജ് നോക്കണം. ആ ഏജിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക്, ഞാനതാ പറയുന്നത്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ബോഡി, എല്ലാവരുടെ ബോഡി ഒരുപോലെയല്ല, എല്ലാവരുടെ മെറ്റബോളിസം ഒരുപോലെയല്ല. അപ്പം എല്ലാവരും അവരുടെ ബോഡി അനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. അവരുടെ ബോഡിക്ക് എന്തൊക്കെ വേണോ അതാണ് കൊടുക്കേണ്ടതുള്ളൂ. കൂടുതലായിട്ട് കൊടുത്താൽ ബോഡി എടുക്കില്ല. കൂടുതലായിട്ട് ബോഡിയെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും വിഷയം. ഇനി ഒട്ടും കൊടുക്കാതിരുന്നാലും ബോഡി റിയാക്ട് ചെയ്യും. അപ്പം ഞാൻ പഠിച്ച പാഠമാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ കുട്ടി മരിച്ച ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസിൽ ഇനീഷ്യൽ സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്ന ന്യൂസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. അനൂപ്, കഴിഞ്ഞൊരു 10 മാസത്തോളമായി ശ്രീനന്ദ എന്ന് പറയുന്ന ഈ പെൺകുട്ടി, +2-ന് വലിയ ഉന്നത വിജയമൊക്കെ നേടിയ പെൺകുട്ടി, ഇത്തരത്തിലുള്ള കടുത്ത ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം ഏതാണ്ട് പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ പെൺകുട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത്.
പ്രാതൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് കുറേ നാളുകളായി. അതുമാത്രമല്ല മറ്റ് സമയങ്ങളിൽ ഭക്ഷണം കൊടുത്താൽ തന്നെ വളരെ കുറച്ച് കഴിച്ച് ബാക്കിയുള്ളത് കളയുക എന്നുള്ളൊരു സമീപനമായിരുന്നു ഈ കുട്ടിക്ക്. ആദ്യം തന്നെ ഈ വീട്ടുകാർ ഇത് എതിർത്തിരുന്നു. മാത്രമല്ല ഈ ഭക്ഷണത്തോടുള്ള വിരക്തി കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും അവിടെ നിന്ന് ഡോക്ടർ ഭക്ഷണമാണ് മരുന്ന് എന്നുള്ള കാര്യം നിർദ്ദേശിച്ചു വിടുകയും ഭക്ഷണം കഴിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും ഈ പെൺകുട്ടി ഇതേ രീതി തന്നെ തുടർന്നു. അങ്ങനെ ശരീരം പൂർണ്ണമായും ശോഷിച്ച അവസ്ഥയിലേക്ക് എത്തി. അന്നനാളവും അതോടൊപ്പം ആമാശയവുമൊക്കെ ചെറുതായി ചുരുങ്ങിയ ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ വളരെ ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസം മുൻപ് ഇതുപോലെ തലശ്ശേരിയിലുള്ള സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. അപ്പോഴേക്കും വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പെൺകുട്ടിയുടെ അവസ്ഥ എത്തിയിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു 2-3 ദിവസമായി ചികിത്സ നൽകി വന്നിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഹൃദയ സ്തംഭനം മൂലം ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം രാവിലെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ആശങ്ക കുടുംബാംഗങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്, ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ കുട്ടി പലതവണ കുട്ടിയോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുമ്പോഴൊന്നും കുട്ടി അതിന് കൂട്ടാക്കിയിരുന്നില്ല. മാത്രമല്ല ഈ തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭീതി, ഒരു ആശങ്കയാണ് ഇതിന് വഴിവെച്ചത്. തടിച്ചു കഴിഞ്ഞാൽ തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നുള്ളൊരു ആശങ്ക ഈ കുട്ടിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു ഡയറ്റിങ്ങിലേക്കൊക്കെ, അതും യൂട്യൂബ് നോക്കിക്കൊണ്ടാണ് ഇത്തരം ഡയറ്റിംഗ് ശീലിച്ചത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ബന്ധുക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഈ കുട്ടി വളരെ നോർമലായ, അധികം പൊണ്ണത്തടിയോ അല്ലെങ്കിൽ വണ്ണമൊന്നും ഉള്ള ആളല്ല, പക്ഷേ സാധാരണ നിലയിലുള്ള ഒരു തടി മാത്രമുള്ള പെൺകുട്ടിയായിരുന്നു. എന്നിട്ട് പോലും ഇത് ഈ തടി കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഇത്തരം ഡയറ്റിങ്ങുകളാണ് ഈ കുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടമാക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത്. ഡയറ്റിംഗ് ആണ് ഈ കുട്ടിയുടെ, അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കൊടുക്കുന്ന അൺഹെൽത്തി ആയിട്ടുള്ള, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ ഡയറ്റ് പ്ലാൻസും അത് ചെയ്യുന്ന ആളുകളും ഒക്കെ എന്നുള്ള ഒരു രീതിക്കാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് സർക്കുലേറ്റ് ആയത്. ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം ഭയങ്കരമായിട്ട്, എനിക്ക് ആ ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാൻ പിന്നെ അതിൻ്റെ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല ഇന്നലെ. എന്നാൽ അധികം ഞാൻ ആ ന്യൂസിന് ഫോക്കസ്ഡ് ആയില്ല. പിന്നെ നമ്മുടെ തന്നെ ഒരു കോമൺ കുറച്ച് പേരുള്ള ഒരു ബിഗ് ബോസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഗ്രൂപ്പിനകത്ത് ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ലിറ്ററലി ഈ ഒരു ഫേസ് കടന്നു പോയ ഒരാളാണ്. ഞാൻ ഇതിനു മുമ്പും എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് 1-2 വീഡിയോനകത്ത് എൻ്റെ ലൈഫിൽ ആ ഒരു ഫേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ ആണെങ്കിൽ ഒന്നുകൂടി വയ്ക്കാം. ശരിക്കും ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയണം. ബട്ട് സ്റ്റിൽ എവിടെയോ എനിക്ക് ഈ ഫോട്ടോ ഉള്ളത് കൊണ്ട് ഇനി ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കി അവർ കുറച്ച് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും ഈ ഫോട്ടോസൊക്കെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ ലൈഫിൽ ഒരു +2 ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ എൻജിനീയറിങ്ങിന് പോകണമെന്ന താല്പര്യത്തിൽ ഇങ്ങനെ ബാംഗ്ലൂർ എൻജിനീയറിങ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് സാമ്പ്രം എന്ന് പറഞ്ഞുള്ളൊരു കോളേജിനകത്ത് എൻജിനീയറിങ് ഞാൻ അമ്മേൻ്റെ അമ്മേനെ കൊണ്ട് പിടിവാശി കൊടുത്തൊക്കെ ഞാനിങ്ങനെ അവിടെ അഡ്മിഷനൊക്കെ മേടിച്ചു. അങ്ങനെ ആ തടിയുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ പോയ സമയത്തൊക്കെയാണ് ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ബുള്ളിങ്, ബോഡി ഷേമിങ് ഒക്കെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്നു. സെയിം ടൈം ഞാൻ അറിയാലോ നമ്മുടെ ബാക്കി ഫോൺ വിളി, റിലേഷൻ, ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ മനസ്സിനകത്ത് എവിടെയോ ഉണ്ട് തടി കൂടിയത് കൊണ്ടാണ് റിലേഷൻഷിപ്പ് സെറ്റാവാത്തത്, ആകെ പണിയാണ്, പരിപാടിയാണ്. അപ്പോൾ അതൊരു മനസ്സിനകത്തൊരു സൈഡിൽ നിൽക്കുന്നുണ്ട്. ഈ ബോഡി ഷേമിങ് എക്സ്ട്രീമായിട്ട് ഈ തടി കൊണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് എനിക്ക് തോന്നിയത് തടി കുറയ്ക്കാം. അങ്ങനെ ആ സ്റ്റേജിന് ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉപദേശം തരാൻ ആരുമില്ല. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും എന്തിനടി ഗൂഗിൾ വരെ നോക്കിയിട്ട് സാധനം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും ബോധമൊന്നും ഒന്നുമില്ല. അന്ന് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ജിമ്മിൻ്റെ ട്രെയിനറിൻ്റെ ഒരു വാക്കുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കുന്നത് കുറച്ചാൽ നിൻ്റെ തടി ചിലപ്പോൾ കുറയും. കാരണം നിനക്ക് നിൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛൻ്റെ ഫാമിലി ആണെങ്കിലും അമ്മയുടെ ഫാമിലി ആണെങ്കിലും എല്ലാവരും അത്യാവശ്യം നല്ല സൈസുള്ള ആളുകൾ, നല്ല തടിയുള്ള ആളുകളാണ്. നീയും നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ശരിയാണ്, ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. ഞാൻ 8-10 പൊറോട്ടയൊക്കെ തിന്നിട്ടുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ നാട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഒപ്പമുള്ളവർക്കും തന്നെ അറിയാം. പെപ്സിയൊക്കെ ലിറ്റർ കണക്കിന് കുടിക്കും. ബിരിയാണിക്ക് പറഞ്ഞാൽ 1, 2, 2.5 ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് തിന്നണ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയും തടിയുണ്ട് ഞാൻ ലാസ്റ്റ് സ്കെയിൽ ലൈക്ക് 118 നിയർ ടു 120 kgs ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ തീരുമാനം എടുക്കുകയാണ് ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കുട്ടി ചെയ്ത പോലെ തന്നെ ഈ കുട്ടി നാരങ്ങയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉപ്പൊക്കെയാണ് ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടിയും കടന്ന് ചിന്തിച്ച് ഈ ഉപ്പിലിട്ട അച്ചാറിൻ്റെ വെള്ളമല്ലേ, അങ്ങനത്തെ വെള്ളം, ഉപ്പിലിട്ട അച്ചാർ, ഫ്രൂട്ടി, മെയിൻ സാധനം ഫ്രൂട്ടി കൂടി, ഈ പുളി തന്നെ മെയിൻ പുളി തന്നെ
പുളിയുള്ള സാധനങ്ങൾ, സിട്രിക്കായ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറേ അധികം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്തു. രാവിലെ നീച്ചാൽ ഭക്ഷണം കഴിക്കില്ല. ഉച്ച സമയത്ത് ഇതേപോലെ എന്തെങ്കിലും തിന്നാലായി. ഇനി എന്തെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്കിത് ആരോടും പറയാൻ പറ്റില്ലല്ലോ, ഫ്രണ്ട്സിനോടോ ഫാമിലിനോടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല, ഒന്നില്ലെങ്കിൽ അത് ഓടും. വർക്കൗട്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോയി ചത്ത് വർക്കൗട്ട് ചെയ്ത് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് മണ്ടത്തരം ആലോചിച്ച് നോക്കും നിങ്ങൾ. അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കില്ല, വയൽ വിരലിട്ട് ബോക്ക് എന്ന് പറഞ്ഞിട്ട് ഫുള്ളാണ് ഛർദ്ദിച്ച് കളയും. എന്നിട്ടൊരു പച്ച വെള്ളം ലാസ്റ്റ് വയറ്റുന്ന വരും. അത് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞു, വയറ്റിലുള്ളതൊക്കെ പോയി. പിന്നെ ആശ്വാസം, പിന്നെ മനസ്സിന് ഭയങ്കര സമാധാനം. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി ഒരു 8 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അതിനിടയിൽ ബാംഗ്ലൂർ കോളേജിൽ കുറച്ച് സീനൊക്കെ ആയിട്ട് പിന്നെ ഞാൻ തിരിച്ച് നാട്ടിലെത്തിയപ്പോഴത്തേക്ക് നാട്ടുകാർക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുന്നില്ല, വീട്ടുകാർക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അതിനിടയിൽ എനിക്കൊരു മഞ്ഞപ്പിത്തം പിടിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞപ്പിത്തം കൂടി ആയതോട് കൂടിയിട്ട് ഓൾറെഡി ഇങ്ങനത്തെ ഡയറ്റ്, അത് ഡയറ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇങ്ങനത്തെ ഒരു സാധനം ഫോളോ ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞപ്പിത്തം കൂടി ആയതോട് കൂടിയിട്ട് ആ ഒരു 118 ആ ഒരു സ്കെയിലിൽ നിന്ന് എന്ന് പറഞ്ഞ് കുറയാൻ തുടങ്ങിയപ്പോൾ എനിക്കത് ഭയങ്കര ഹരമായി. ഇത് ഭയങ്കര ഹരമായി. പക്ഷെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ഈ കുറഞ്ഞു തുടങ്ങുന്നത് എനിക്ക് കുറയുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് തലയിൽ വരുന്നു. നിങ്ങൾ ആലോചിക്കണം, അവിടെയാണ് ഞാൻ പറയുന്നത് ഈ കുട്ടിക്ക് സംഭവിച്ചത്. ഈ കുട്ടിക്ക് ഇപ്പോൾ മരണം സംഭവിച്ചു, ഞാനും മരിക്കേണ്ടതായിരുന്നു, ലിറ്ററലി ഞാനും മരിക്കേണ്ടതായിരുന്നു. എൻ്റെ പാരൻസിന് കൃത്യസമയത്ത് ഇവൻ എന്തോ പറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടും അവരെന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് തന്നതുകൊണ്ടും ട്രീറ്റ്മെൻറ്റ് കിട്ടിയ സ്ഥലത്ത് നല്ല ഡോക്ടേഴ്സ് നല്ല ട്രീറ്റ്മെൻറ്റും ആയതുകൊണ്ട് രക്ഷപ്പെട്ട് ഇന്നിവിടെ വന്നിരിക്കുന്നവരെ. ഈ പെൺകുട്ടിയുടെ കേസിൽ മോസ്റ്റ്ലി നടന്നിട്ടുണ്ടാവുക അനോറിക്സ നെർവോസ. എനിക്കുണ്ടായിരുന്നത് BDD ആണ്. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. ബോഡി ഡിസ്മോർഫിയ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വന്നത് എനിക്ക് രണ്ടിൻ്റെയും കോമ്പിനേഷനായിരുന്നു. ബോഡി ഡിസ്മോർഫിയയുടെയും അനോറോക്സിയ നെർവോസയുടെയും കൂടി ഒരു രണ്ടിൻ്റെ ട്രേസും എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. എന്നോട് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ച് ബോഡി ഡിസ്മോർഫിയയുടെ വിഷയങ്ങളുണ്ടെന്നാണ്. ഞാൻ എങ്ങനെ അത് ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കേസ് ഞാൻ കേട്ട സമയത്ത് ഈ പെൺകുട്ടിയുടെ കേസിൽ ഈ പെൺകുട്ടിക്ക് തടി കുറയ്ക്കണം എന്നുള്ള ഫീലിംഗ് ആയിരിക്കും. ഫൈൻ, ഇത് കേൾക്കുന്ന എത്ര പേർക്ക് ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര തടിയുള്ള പോലെ തോന്നും നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ അവസ്ഥ അതായിരുന്നു. ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാനൊരു 55 കിലോ 50 കിലോ ഒക്കെ ഉള്ളപ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ പഴയ അതേ തടി. ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചെങ്കിൽ എൻ്റെ പണ്ടത്തെ ഡ്രസ്സുണ്ട് 36 38 മറ്റേ പാൻറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു എന്താ പറയുക, ആ ടൈമിൽ എനിക്കൊരു മീഡിയം ലാർജ് അങ്ങനെയൊക്കെ വരേണ്ട ഷർട്ടിൻ്റെ സൈസിൽ കുറഞ്ഞ ടൈമിലും ഞാൻ എടുത്തിട്ടിരുന്ന അതിന് മുമ്പ് എനിക്ക് ആവശ്യമുള്ള XXL അതിൻ്റെ മുകളിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ അങ്ങനെ നിൽക്കും കണ്ണാടീൻ്റെ മുന്നിൽ. ശരിക്കൊരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ പഴയ തടി, ഞാൻ ഒട്ടും തടി കുറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഓടും, പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യും, പിന്നെ ഞാൻ ഈ പരിപാടി കാണിക്കും. വീട്ടുകാർക്ക് ലാസ്റ്റ് തോന്നി ഇവൻ എന്തോ ഭ്രാന്തായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ തടി കുറഞ്ഞ അല്ലെങ്കിൽ എന്തോ ഒരു അസുഖം ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്, ജിമ്മിൽ പോകുന്നുണ്ട്, അപ്പോൾ അസുഖമായിട്ട് അവർക്ക് തോന്നുന്നില്ല. നാട്ടുകാരുടെ വിചാരം ഇവൻ ബാംഗ്ലൂരിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് ഇവൻ ഇങ്ങനെ തടി കുറഞ്ഞത്. ഒന്നില്ലെങ്കിൽ ഇവന് ബാംഗ്ലൂരിൽ നിന്ന് എന്തെങ്കിലും എയ്ഡ്സ് പോലത്തെ അസുഖം പിടിച്ചിട്ടുണ്ടാവും, അവിടെ എന്തെങ്കിലും വേറെ കളികൾ കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവൻ മാരകമായ ലഹരിക്ക് അടിമയായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവൻ തടി കുറഞ്ഞത്. ചിലർ പറഞ്ഞു, എന്നോട് ചോദിക്കുമ്പോൾ നാട്ടുകാർ നിൻ്റെ ഏട്ടൻ എവിടെ, ഇത് പണ്ടത്തെ തടിയുള്ള ഇന്നെയാണ് മെലിഞ്ഞ് എന്നോട് ഏട്ടൻ എവിടെ ചോദിക്കും. അത്രത്തോളം നാട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിലടക്കം ഞാൻ മാറിപ്പോയി. ഞാൻ എന്താ പറയുക, ഞാനിത് സംസാരിക്കുമ്പോൾ പലപ്പോഴും ക്യാമറയിൽ നോക്കാതെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത്. കാരണം എനിക്ക് ആ മെമ്മറി അടിക്കാതിരിക്കാനും ഇതിങ്ങനെ ഫോക്കസ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സാധനം ചെയ്യാത്തത്. ഞാൻ എന്താണെങ്കിലും അങ്ങനെ എൻ്റെ ലൈഫിൽ ഭയങ്കര പൊട്ട രീതിയിലുള്ള ഡയറ്റ് എടുത്ത്, അത് ഇങ്ങനെ ഈ പൊളിച്ച സാധനം തിന്നത് ഛർദ്ദിച്ചിട്ടും ഉള്ളത് തിന്നത് കളയാൻ വേണ്ടി ഓടിയിട്ടും പട്ടിണി കിടന്നിട്ടും അങ്ങനെയായി. ഞാൻ പറഞ്ഞു, ഒരു സ്റ്റേജിൽ എനിക്ക് തന്നെ ഞാൻ തടി കുറയാത്ത രീതിയിൽ ഞാനിപ്പോഴും തടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള ഫീലിംഗ് ഒക്കെ വന്ന് എങ്ങനെ പോയാലും എനിക്ക് മനസമാധാനം വരുന്നില്ല. ഞാനിപ്പോഴും ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ തടിയനാണ് അപ്പോഴും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പോവുകയാണ്. എനിക്ക് ഇവിടുന്ന് ഇതുവരെ
രാവിലെ എണീക്കുന്ന സമയത്ത് പുള്ളിയിരിക്കും. കാരണം രാത്രി ഫുള്ള് ഛർദ്ദിക്കും അല്ലെങ്കിൽ ഓടിയിട്ട് പട്ടിണി കിടക്കുകയാണ്. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും എനിക്ക് മൊത്തം നമ്മുടെ എന്താ പറയുക വയറും വായിലൊക്കെ പുണ്ണ് പോലത്തെ ഒരവസ്ഥ. മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടയ്ക്ക് പോരും മുടി, അത്ര മുടി കൊഴിച്ചിൽ. കണ്ണ് ഭയങ്കരമായിട്ട് നമ്മൾ ഇരുട്ടത്തിരിക്കാനാണ് എനിക്കന്ന് താല്പര്യം. റൂമിനകത്ത് ഇരുട്ടത്തന്നെ ഇരിക്കണം. ഇരുട്ടത്തുനിന്ന് ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞ് കണ്ണിക്ക് ലൈറ്റ് അടിച്ച് അപ്പം ഞാൻ പോകാൻ കിട്ടും. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും ചോദിച്ചാൽ അറിയാം, എൻ്റെ ഒപ്പം ബൈക്കിൽ വരാൻ പേടിയാണ് പലർക്കും ഇപ്പോൾ. കാരണം പണ്ടുള്ള എക്സ്പീരിയൻസ്, ഞാൻ ബൈക്ക് പോകണ വഴിക്ക് ഞാൻ റോബോട്ട് കഴിഞ്ഞു പറഞ്ഞാൽ എന്തിരാ ഒറ്റ പോക്കാം ചാർജ് ചെയ്യേണ്ടത്, എന്നിട്ട് വീഴും ബൈക്കിൽ നിന്ന്. എനിക്കാകെ മൊത്തം വിഷയങ്ങൾ. ഓക്കെ, നഖത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെള്ള കളർ വരാൻ തുടങ്ങി. അങ്ങനെ ആകെ മൊത്തം എന്താ പറയുക, ഒരു മനുഷ്യൻ ഇങ്ങനെ ദിവസം ചെല്ലും തോറും ചന്ദ്രനൊക്കെ ഇങ്ങനെ ഫുള്ള് ചന്ദ്രൻ ചെറുതായി വരില്ലേ, അതേപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ ആയി. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് മാരകമായ എന്തോ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട്. അന്ന് എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അൺഫോർച്യുനേറ്റ്ലി ഒരു ഫ്രണ്ട് ഇപ്പോൾ മരിച്ചുപോയി. അവൻ്റെ അമ്മേനെറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഇവന് എന്തോ പ്രശ്നമുണ്ട് അമ്മ, അവന് കാര്യമായിട്ട് എന്തോ വിഷയമുണ്ട്, അവനെ നിങ്ങൾ ഡോക്ടറെ കാണിച്ചു പോയി. അങ്ങനെ അമ്മ എന്നെ കോഴിക്കോട് മിംസിൽ കൊണ്ടുപോയിട്ട് അന്ന് അബ്ദുള്ള ചിറക്കാട്ടിൽ എന്ന് പറഞ്ഞ ഡോക്ടർ, ഞാൻ ഡോക്ടർ പേര് ആലോചിക്കുന്നുണ്ട്, മൂപ്പര് എന്നെ പിടിച്ചിട്ട് അഡ്മിറ്റ് ചെയ്ത് എനിക്ക് കുറേ ടെസ്റ്റുകൾ ചെയ്തു. ബോൺ മാരോ ഡെൻസിറ്റി കുറവാണ്, ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടുണ്ട്, മിനറൽ ലെവൽ കുറവ്, അങ്ങനെ ഒരു മനുഷ്യനുള്ള എല്ലാം കുറവ്. ബോഡി ഫാറ്റ് കൗണ്ട് കുറവ്, കൊളസ്ട്രോളിൻ്റെ കൗണ്ട് എല്ലാം കുറവ്. ഒരു മനുഷ്യൻ ഒരു 7-8 മാസമായിട്ട് കുടിച്ച മുലപ്പാലടക്കം, പെറ്റമ്മേൻ്റെ മുലപ്പാലടക്കം ദേഹത്തുനിന്ന് പോകുന്ന രീതിയിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ മമ്മിഫൈഡ് ആയിക്കൊണ്ടിരിക്കും. ഡോക്ടർ പറഞ്ഞു ഇവന് ഈ ട്രീറ്റ്മെൻ്റ് അല്ല ആവശ്യം, ഇവന് ഒന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈ ന്യൂസ് പറഞ്ഞു ഇവന് ഫുഡ് കഴിക്കണം, അവന് ഫുഡ് കൊടുക്കണം. അതിനുശേഷം ഇവൻ എന്ത് ചെയ്യണം, ഇവന് കൗൺസിലിംഗ് കൊടുക്കണം. ഇവന് ബോഡി ഡിസ്മോർഫിയ എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്, ഇവനെ കൗൺസിലിംഗ് കൊടുത്താലേ മാറുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു ഡോക്ടർ വന്നു. അവിടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ടേണിംഗ് പോയിൻ്റ് ആയത്. ഈ ഡോക്ടർ വന്നിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. ഒരു സ്റ്റേജിൽ എനിക്കൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു, കുറച്ച് ഫോട്ടോസ് കാണിച്ചു. അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി. അതായത് ഇന്നെപ്പോലെ തന്നെ 0 സൈസ് ആവണം എന്ന് പറഞ്ഞ് നടന്ന ഒരു മോഡൽ അവർ മരണത്തിൻ്റെ സ്റ്റേജിലിരിക്കുന്ന അവരുടെ അവസ്ഥയൊക്കെ കാണിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ മെല്ലെ എൻ്റെ മൈൻഡ് അത് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഏത് മരിക്കും, പണിവാളി, ഇത് അസുഖമാണ്, മാറണം, തിന്നണം, അങ്ങനെ റിക്കവർ ചെയ്ത് ഒരു കുറച്ചധികം വലിയ പ്രോസസ്സാണ്. ഞാൻ മെല്ലെ റിക്കവർ ആവാൻ തുടങ്ങി, പതുക്കെ കഴിക്കാൻ തുടങ്ങി. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു ഞാൻ ഫുള്ളി റിക്കവേർഡ് അല്ല. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി, ചില ഫേസിലൊക്കെ ഞാൻ ഭയങ്കര തടിച്ചിരിക്കും, ചില മാസങ്ങളിൽ ചില വീഡിയോസിലൊക്കെ ഞാൻ ഭയങ്കര സൈസായിട്ടിരിക്കും. ചില ടൈം ഒരു കൊല്ലത്തിൽ തന്നെ ഒരു മനുഷ്യൻ തടിച്ചും മെലിഞ്ഞും ഇരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥ. കാരണം എനിക്കിപ്പോൾ എൻ്റെ ദേഹം തടിപ്പിക്കാനാണെങ്കിൽ പെട്ടെന്ന് തടിപ്പിക്കാവുന്ന, പെട്ടെന്നില്ലെങ്കിലും തടിക്കാൻ ശേഷം പാടാണ്, പക്ഷെ മെലിയാൻ ഭയങ്കര സുഖമാണ്. ആ മെലിയേണ്ട ഫേസിലാണ് ഇതിൻ്റെ മറ്റേ സാധനം ഓണാവുന്നത്. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഫുള്ളി പോയിട്ടില്ല, കുറച്ചുള്ളിനകത്തുണ്ട്. ഇത് മാറാൻ ഞാൻ സെൽഫ് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അന്ന് പറഞ്ഞു തന്നത് അവർ ചെയ്തതൊക്കെ ആയിട്ട്. ബട്ട് അത്ര നല്ല ഒരു കാര്യമല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഞാൻ അണ്ടർ കൺട്രോളിലാണെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു അവസ്ഥ പറഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ചത് എൻ്റെ ഈ തൊലിയൊക്കെ നിങ്ങൾക്ക് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. ഇങ്ങനെ പണ്ടത്തെ തടീൻ്റെ ദേഹത്ത് ഫുള്ളുണ്ടേ, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടറിയോ എന്നറിയില്ല. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ പോരും, അങ്ങനെ അത്രയും ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് കുറഞ്ഞതാണ്, കാരണം ഒരിടയ്ക്ക് ഞാൻ നന്നായിട്ട് അടിച്ച് സൈസായി, പിന്നെ പെട്ടെന്ന് പിന്നെയും ആ ഒരു സ്റ്റേജ് വന്നു, പിന്നെയും ഒന്ന് ഡൗൺ ആവും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു വിഷയം. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓടിക്കേറിയിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ഓർ സോഷ്യൽ മീഡിയ പീപ്പിൾ റോങ് മെസ്സേജ് അങ്ങനെ കൊടുക്കുന്നവരുണ്ടാവും. പൊട്ട ഡയറ്റ് പ്ലാനും അല്ലെങ്കിൽ ഒട്ടും എന്താ പറയുക സയൻറ്റിഫിക് അല്ലാത്ത രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസൊക്കെ അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പല ആപ്പുകളും പല വ്യക്തികളും അങ്ങനെയൊക്കെ കാണൂടെ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എല്ലായിടത്തും ബിസിനസ്സാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുക, ബ്ലഡ് ചെക്ക് ചെയ്യുക,
നേരെ ചെല്ലുക, ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് ചെല്ലുക, പിന്നെ അവിടുന്ന് ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചെല്ലുക. അങ്ങനെ നമ്മളെ ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കി നമ്മുടെ എന്ത് കുറവുണ്ട്, നമ്മുടെ ദേഹത്ത് എന്തൊക്കെ ഇനി വേണം, എക്സ്ട്രാ ആഡ് ചെയ്യാതെ നമ്മളെ ദേഹത്തു നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളെ ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ എനിക്ക് ഉറപ്പാണ് ഈ കുട്ടിക്ക് വന്നിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അനറോക്സിയ നെർവോസയോ ഓർ ബോഡി ഡിസ്മോർഫിയ, ഇതിൽ രണ്ടിൽ ഏതോ ഒരു അസുഖമാണ് ഈ കുട്ടിക്ക് എന്താണെങ്കിലും വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കണം ഈ കുട്ടി ഫുഡ് കഴിക്കാൻ വളരെ വളരെ മടി കാണിച്ചതും ഈ കുട്ടിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ കുട്ടി എത്തിയിട്ടുള്ളതും. ഇതൊരു ഡോക്ടർ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഏത് ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണെന്നും എങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു അസുഖം കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളതൊക്കെ ഒരു ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ, BDD. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഒരു പ്രീ ഓക്യുപ്പേഷൻ വിത്ത് അപ്പിയറൻസ് ആണ്. പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഒരു ഇമാജിൻ ഡിഫക്റ്റ് ആണ്, ഒരു മനസ്സിൽ തോന്നുന്ന ഒരു ഡിഫക്റ്റ് അപ്പിയറൻസിൽ. അത് ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ്സോ ഇമ്പയർമെൻറ്റോ ഉണ്ടാക്കും ആ വ്യക്തിയുടെ മനസ്സിൽ. കാരണം അവരുടെ ധാരണയിൽ അവർക്ക് എപ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ. ആക്ച്വൽ ഫിസിക്കൽ അനോമലി അതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു എക്സസീവ് ഒരു വറിയായിട്ട് മാറും, എക്സസീവ് ബോദറേഷൻ ആവും ആ വ്യക്തിക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ OPയിൽ കാണുന്നത് യൂഷ്വലി 15 to 30 ഇയർ ഏജ് ഗ്രൂപ്പിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. പ്രസൻസ് കൂടുതലും കാണുന്നത് ജെൻഡർ വേരിയേഷൻ ഉണ്ട്, ലേഡീസിലാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ഇതിൽ കാണുന്നത് കോറിലേഷനുണ്ട് ബാക്കിയുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളായിട്ട്, ബാക്കിയുള്ള മെൻ്റൽ ഡിസോർഡേഴ്സുമായിട്ട് ലിങ്ക് ഉണ്ട് ഈ ഡിസോർഡറിന്. ഓൾമോസ്റ്റ് ഒരു പ്രസൻറ്റ് ചെയ്യണ കേസസിൽ ധാരാളം പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യുന്നത് അൺമാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ജനറലി സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കും, സെപ്പറേറ്റഡ് ആയിരിക്കും. മാരീഡ് വ്യക്തികളിൽ കുറവാണ് ഇത് പ്രസൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഈ അസുഖം ആരിലൊക്കെ കാണാം, എങ്ങനത്തെയൊക്കെ രീതിയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ എങ്ങനത്തെയൊക്കെ രീതിയിലുള്ള ഒരു അസുഖത്തിൻ്റെ ഒരു ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ആണ് ഇപ്പോൾ ഡോക്ടർ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് പേര് ഇത് മനസ്സിലാക്കാതെ ലൈഫിൽ കുറേ പേര് ഇപ്പോഴും ഉണ്ടാവും. എൻ്റെ വീഡിയോ കാണുന്നവരും ഉണ്ടാവും. പറയാൻ മടിയായിരിക്കും. എനിക്ക് ഭയങ്കര മടിയായിരുന്നു പറയാൻ. എനിക്കിത് ഒരാളോട് സംസാരിക്കാൻ തന്നെ മടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് സംസാരിച്ചുള്ള ബിഗ് ബോസിലെ അർജുനോട് മാത്രം. കാരണം അവനും ഇതേ ഫേസിലൂടെ പോയി എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാനും നീയും എന്നുള്ള പോലെ തന്നെ. ഇതൊരു തരം സീനാണ്. ഇതിന് എങ്ങനെ ഇത് അനുഭവിച്ച ആൾക്ക് ഇതിന് എക്സ്പ്ലനേഷൻ പറയാൻ പറ്റും. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പരിമിതിയിൽ നിന്ന് എന്നിലേക്ക് ഈ ട്രോമകൾ വരാത്ത രീതിയിലാണ് ഞാനിതിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. വളരെ പൊട്ട കാര്യമാണ്. ഇനി കമ്മിങ് ടു ദിസ് ജനറേഷൻ കുട്ടികൾ, ഈ കുട്ടികളുടെ ഇടയിൽ ഇത് ഭയങ്കര ട്രെൻഡാണ്. മെലിഞ്ഞിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരിക്കുക എന്നാണ് ഈ ജനറേഷനിലെ കുട്ടികളുടെ വിചാരം. ഈ ജനറേഷനിലേതല്ല, എല്ലാ ജനറേഷനിലും അങ്ങനെയാണ്. പക്ഷേ ഈ ജനറേഷനിലെ കുട്ടികൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങൾ നോക്കിക്കോ, പയ്യന്മാരും കുട്ടികളൊക്കെ സൈസ് കുറവായിരിക്കും. ഓക്കെ, അവർ എന്താ പറയുക, അവരുടെ നാച്ചുറൽ രീതിക്ക് തന്നെ അവർ ഇരിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. ഫുഡ് കഴിക്കുന്നവർ കുറവായിരിക്കും, അവർ കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമുക്ക് വേണ്ടെന്ന് വെച്ചെങ്കിൽ, ഞാൻ ജീവിക്കുന്നത് കൂടുതലായിട്ട് നാട്ടിൽ, നമ്മളെ ഇന്ത്യയിൽ, ഈ കേരളത്തിലാണ്. ഞാൻ വേറെ എവിടെയല്ല താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാടിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും ഇതിൻ്റെ ഒരു ജിയോഗ്രഫിക്ക് അനുസരിച്ചിട്ട് വേണം എൻ്റെ ബോഡി ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിനനുസരിച്ചിട്ട് വേണം എൻ്റെ ബോഡി ഞാൻ ട്രിം ചെയ്തെടുക്കാൻ. അപ്പം നമുക്കൊക്കെ ഒരു പേഴ്സണൽ സാധനമാണ് ഈ ബോഡി സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ. വെരി പേഴ്സണൽ കാര്യമാണ്. ബേസിക്കലി നമ്മളെ ബോഡീനെ മനസ്സിലാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ വേറൊരാളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഡയറ്റോ അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്കൗട്ട് പ്ലാനോ നമ്മൾ കോപ്പി അടിച്ചാൽ അവരുടെ ബോഡി ആയിരിക്കില്ല നമ്മളത്. അത് നമുക്ക് എപ്പോഴും എഫക്റ്റ് ചെയ്യും. സോ ഫസ്റ്റ് തിങ്, നിങ്ങളുടെ ബോഡിക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ ബോഡിക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, നിങ്ങളെ ബോഡിക്ക് എന്തൊക്കെ ചെയ്താൽ ഈ കുറവുകൾ നികത്താൻ പറ്റും. ഇത് ഫിസിക്കൽ അപ്പിയറൻസിൽ ഇപ്പോൾ ചിലർക്ക്, ഇപ്പോൾ ആൺകുട്ടികളിൽ എനിക്ക് തോന്നുന്നത് പറഞ്ഞ ജിമ്മ്, സിക്സ് പാക്ക്, ഈ മൈൻഡ് സെറ്റ് ആയിരിക്കും. ബോഡി ഡിസ്മോർഫിയയുടെ എന്താ പറയുക, ചിലർക്ക് അങ്ങനെയുള്ളവർക്കുണ്ട്. ചിലർക്ക് ഈ കോസ്മെറ്റിക് സർജറീസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ സാധനങ്ങൾ ഭയങ്കരമായിട്ട് അടിക്കാം. ചില ആളുകളിൽ ഈ ഒരു കാര്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കണ്ണിന് മാത്രമായിരിക്കും, മൂക്ക് മാത്രം എന്താ ഇങ്ങനെ, മൂക്ക് എത്ര റെഡിയായാലും മൂക്ക് അങ്ങനെയായിട്ട് അവർക്ക് തോന്നും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു വേരിയേഷൻസ് കുറേ കിടക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലായിട്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഡോക്ടേഴ്സ് തന്നെ
സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ അനുഭവിച്ചുകൊണ്ട് സ്റ്റിൽ ഇപ്പോഴും അത്രയൊരു ഇൻറ്റൻസിറ്റി ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും ലൈഫിൽ ഈ സംഗതി ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു മനുഷ്യനായതുകൊണ്ടും ഇത് ഭയങ്കര ഇൻറ്റൻസായിട്ട് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ടും എനിക്ക് ഇത് കാണുന്നവരോട് പറയാനുള്ളത്, പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പോൾ ഞാൻ അനുഭവിച്ച സമയത്ത് എനിക്കിത് ആരോടും പറയാൻ പറ്റിയില്ല. അതായത് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് പറയാൻ മടിയുണ്ട്. ബട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആസ് എ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മളൊപ്പമുള്ളവരോട് സംസാരിക്കുക, പറയുക. കാരണം നമ്മുടെ ബോഡിക്ക് വിസിബിളി കാണുമ്പോൾ ഒരു പ്രശ്നവും കാണില്ല. പക്ഷേ ഇങ്ങനത്തെ ബോഡി ഡിസ്മോർഫിയോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് അസുഖങ്ങൾ പല വിധത്തിൽ പല വേരിയേഷൻസ് ഉണ്ട്. അനോറോക്സിയ, നെർവോസയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരാളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ മോണിറ്റർ ചെയ്യും. അതാണ് നല്ലത്. പാരൻസ് കുട്ടികൾ ഒന്നും കൂടി ഇങ്ങനെയൊക്കെ ഫുഡ് ഹാബിറ്റ്സ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികളിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഫിസിക്കൽ വേരിയേഷൻസ് അല്ലെങ്കിൽ ഇവർ ഇങ്ങനത്തെ ഒരു ഫുഡ് ഹാബിറ്റിനോട്, അതായത് ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം ഒഴിവാക്കി അങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മക്കളായിട്ടൊന്ന് സംസാരിച്ച് നോക്കുക പാരൻസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടോ ഫാമിലിനോടോ പറഞ്ഞു വയ്ക്കുക. കാരണം പുറത്ത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര നമ്മളെ കൺസെപ്റ്റ് അതാണല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മൾ മെലിഞ്ഞിരുന്നാൽ ഹെൽത്തി ആയിട്ടിരിക്കും എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ശരിക്കും അങ്ങനെയല്ല. ഒരാളുടെ ഒരു ജനിക്കുമ്പോൾ തന്നെ അയാൾക്കൊരു പോസ്റ്റർ ഉണ്ട്, അതിൻ്റെ മുകളിൽ ബിൽഡാവുന്ന എന്തും ഒരു ബോഡി മാസ് ഇൻഡെക്സ് കീപ്പ് ചെയ്താൽ മതി, BMI കീപ്പ് ചെയ്താൽ മതി. അത് കീപ്പ് ചെയ്താൽ തന്നെ നമ്മൾ ഓക്കെയാണ്. ഓക്കെ, അത് പലർക്കും പല രീതിയിലായിരിക്കും. ദേഹത്ത് പലതരത്തിലുള്ള മസിൽ ഫോർമേഷൻസ് ആയിരിക്കും പലർക്കും ഉള്ളത്, പല രീതിയിലുള്ള അബ്സോർപ്ഷൻ മെറ്റബോളിസം ആയിരിക്കും പലർക്കും ഉള്ളത്. സോ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി പോകുന്നുണ്ട്. ഞാൻ പറയാനുള്ളത്, നമ്മളെ ബോഡി മനസ്സിലാക്കിയിട്ട് മാത്രം ഡയറ്റ് ചെയ്യണം അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ ബോഡി എന്താണെന്ന് മനസ്സിലാക്കാൻ ബേസിക്കലി നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു ഏജിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തുക, അതിൽ നിന്ന് മനസ്സിലാക്കുക, അത് കൊണ്ടുപോയിട്ട് ഡോക്ടർക്ക് കൊടുക്കുക. ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടാവും, ഡയറ്റിസ്റ്റ് ഉണ്ടാവും, അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക. അതിനുശേഷം അവർ പറയുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് ജിമ്മിൽ പോയിട്ട് മാസ്റ്റേഴ്സിനോട് ചോദിക്കുക, ചെയ്യുക. ഓക്കെ, ഓവർ ഡൂയിങ്ങും പാടില്ല. ഓവർ ഡൂ ചെയ്താലും ബോഡി പോകും. അപ്പോൾ ഓക്കെ ഗൈസ്, ടോപ്പിക്ക് ഭയങ്കര ഹാർഡാണ് എനിക്ക്.